Introduction to Logistics and Supply Chain Management. Logistics refers to the overall process of managing how resources are acquired, stored and transported to their final destination. റിസോഴ്സസിനെ അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സുകളും ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് അക്വിസിഷൻ, സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ടു ദിയർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. It is the movement or flow of goods from the point of origin to the point of consumption. ഒറിജിനിൽ നിന്നും കൺസംഷൻ പോയിന്റിലേക്ക് ഗുഡ്സ് എത്തുന്നത് വരെയുള്ള പ്രോസസ്സുകളാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലോജിസ്റ്റിക്സ് മാനേജർ ആർ റെഫേഴ്സ് ടു ആസ് ലോജിസ്റ്റീഷ്യൻസ്. ലോജിസ്റ്റിക്സ് മാനേജേഴ്സിനെ ലോജിസ്റ്റീഷ്യൻസ് എന്നാണ് പറഞ്ഞു വരുന്നത്. ലോജിസ്റ്റിക്സ് ഇസ് നൗ used widely in business sector, particularly by companies in manufacturing sector to move resources along with supply chain. ലോജിസ്റ്റിക്സ് എന്നത് മെയിനായി യൂസ് ചെയ്തു വരുന്നത് കമ്പനീസും മാനുഫാക്ചറിങ് സെക്ടേഴ്സിലുമാണ്. അവിടെ അവരുടെ റിസോഴ്സസിനെ മൂവ് ചെയ്യാൻ വേണ്ടിയാണ്, ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകളാണ് ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. The common view is that the term logistics come from a late 19th century from French word logistique, which means to lodge, which first appeared in the book The Art of War. അപ്പോൾ 19th സെഞ്ച്വറിയിലാണ് ലോജിസ്റ്റിക്സ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോജിസ്റ്റിക് എന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ലോജിസ്റ്റിക്സ് ഇവോൾവ് ചെയ്യുന്നത്, വിച്ച് മീൻസ് ടു ലോഡ്ജ്. ലോജിസ്റ്റിക്സ് എന്ന വേർഡ് ആദ്യമായി യൂസ് ചെയ്യുന്നത് ദ ആർട്ട് ഓഫ് വാർ എന്ന ബുക്കിലൂടെയാണ്. ദ ടേം ലോജിസ്റ്റിക്സ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദ മിലിറ്ററി. ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് ഇറ്റ് അപ്ലൈസ് ടു ദ പ്രോസസ് ഓഫ് സപ്ലൈയിങ് വാർ എക്യുപ്മെൻറ്റ്സ് ആൻഡ് സപ്ലൈസ്. ലോജിസ്റ്റിക്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് മിലിറ്ററി സെക്ടറിൽ നിന്നാണ്. മിലിറ്ററി പേഴ്സൺസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള വാർ എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യുന്നതിനാണ് ലോജിസ്റ്റിക്സ് എന്ന വേർഡ് യൂസ് ചെയ്തിരുന്നത്. At the time of Second World War, during 1939 to 1945, we got a chance to witness the growth and development of logistics and supply chain management. 1939 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിലാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഫ്ലോ ആണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫ്ലോ ബിക്കോസ് ഇത് അൺസ്റ്റോപ്പബിൾ ആണ്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫ്ലോയിൽ വരുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫ്ലോസ് ഇൻക്ലൂഡ് ഷെയർ ഹോൾഡേഴ്സ്, സെയിൽസ് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്, suppliers, manufacturing, warehousing, logistics, and finally consumers. It starts from shareholders and ends with the final consumers. Here we are discussing the 7 R's of logistics. The first one is right product, then right customer, right time, right place, right condition, right quantity, and right cost. There are two main classifications in logistics: inbound logistics and outbound logistics. Inbound logistics is concerned with the smooth and cost-effective inflow of materials and other inputs from suppliers to the plant. For proper management of inbound logistics, the management has to maintain a continuous interface with suppliers. അപ്പോൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നത് സപ്ലയേഴ്സിൽ നിന്നും പ്രൊഡക്ഷൻ പ്ലാന്റിലേക്ക് അല്ലെങ്കിൽ യൂണിറ്റിലേക്ക് ഗുഡ്സ് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ മാനേജ്മെൻറ്റ് പ്രോപ്പർ കോണ്ടാക്റ്റ് സപ്ലയേഴ്സുമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വൺ ഈസ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. It is concerned with the flow of finished goods and other related information from the farm to the consumer.
For proper management of outbound logistics, management has to maintain a continuous interface with the transport operators and channels of distribution. Here, inbound logistics means movement of goods from the suppliers to the plant. Outbound logistics means from the plant to the consumers. കൺസ്യൂമറിലേക്ക് പ്ലാന്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ പ്രൊഡക്ട്സ് എത്തിക്കുക എന്നുള്ള പ്രോസസ്സാണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിൽ വരുന്നത്. ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് തന്നെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് എന്നും പറയാം. ഇതിൽ മാനേജ്മെൻറ്റിന് പ്രോപ്പർ കോണ്ടാക്റ്റ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സുമായിട്ട്, അതുപോലെ തന്നെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസുമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ പ്രോപ്പർ ഫ്ലോ ഓഫ് ഗുഡ്സ് ടു ദ കൺസ്യൂമേഴ്സ്. Here we are discussed about the main contents of logistics and supply chain management. Thank you.